നമസ്കാരമുണ്ട് എല്ലാ സ്നേഹനിധികൾക്കും. പ്രിയമുള്ളവരെ, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നിലമ്പൂരിൽ നിന്ന് ശ്യാം സുന്ദർ. ഇന്നത്തെ വീഡിയോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചില സംഭവവികാസങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ ഒരു കൊച്ചു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഒരു 100 പേരത് കണ്ടാൽ അതെനിക്ക് സന്തോഷം ഉണ്ടാവും, അതുപോലെ തന്നെ ആത്മസംതൃപ്തി ഉണ്ടാവും. ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ട് അതിങ്ങനെ ഷെയർ ചെയ്യാനൊന്നും പറ്റുന്ന വീഡിയോ അല്ല ഇത്. കാരണം ഇത് സത്യമാണ്. സത്യം പറയുന്ന വീഡിയോസ് എപ്പോഴും വ്യൂസ് കുറയും. പൈങ്കിളികളും തമാശകളും അതുപോലെ തന്നെ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് രസിക്കും ആളുകൾക്ക്. ഇത് രസിക്കില്ല. എൻ്റെ വൈഫിൻ്റെ ഭാര്യയുടെ ചേച്ചി ഒരു 3-4 ദിവസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ അഡ്മിറ്റായിരുന്നു. ഇവരുടെ ഒരു രോഗവിവരത്തെക്കുറിച്ച് എന്താണെന്ന് പോലും അവിടുത്തെ ഡോക്ടേഴ്സിന് പറയാനറിയില്ല. ഇല്ലാത്ത പണം ഉണ്ടാക്കി അവിടെ പോയി ചികിത്സിച്ച് ഭക്ഷണത്തിന് പോലും അല്ലെങ്കിൽ മരുന്ന് പുറത്തുനിന്ന് എഴുതുകയാണ്. ചില മരുന്നുകളൊന്നും അവിടെ ഇല്ല. അതും ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണത്രേ. അപ്പോൾ ചുരുക്കത്തിൽ ആ രോഗി അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരി ഇന്നലെ ഉച്ചയ്ക്ക് മരണപ്പെട്ടു. അവർക്ക് കൊടുത്ത ഇഞ്ചക്ഷൻ ബോധം കെടുത്താനുള്ള ഒരു ഇഞ്ചക്ഷനായിരുന്നു. അതിൻ്റെ ഡോസ് കൂടിയിട്ടാവണം, അല്ലെങ്കിൽ അവരുടെ അസുഖം മൂർച്ഛിച്ചിട്ടോ എന്താവട്ടെ, എന്തു തന്നെയായാലും അവരുടെ ഭാഗത്ത് പ്രതികരണശേഷി ഇല്ലാത്ത ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ചികിത്സാ പിഴവാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം രാഷ്ട്രീയക്കാരുടെ അടിമകളാണ് അവരൊക്കെ. സൂപ്രണ്ടാവട്ടെ, ഡോക്ടേഴ്സാവട്ടെ, അവരെന്ത് പറയുന്നുവോ അത് തന്നെ നടക്കുള്ളൂ, ചെയ്യുള്ളൂ. വെറുതെ മറ്റുള്ളവർ ആ ഗേറ്റിൻ്റെ അവിടെ നിന്നും ഇവിടെ നിന്നും കുരച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ ഒന്ന് പറയുന്നു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെയും ഒരു ഗതിയുമില്ലാതെ പരഗതിയില്ലാതെ അന്ത്യം ശരണം എന്ന രീതിയിലാണ് നമ്മൾ ചികിത്സ തേടി പോകുന്നത്. പാവപ്പെട്ട രോഗികളോട് ഒരിത്തിരി കരുണ കാണിക്കാൻ, മനുഷ്യപ്പറ്റ് കാണിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം പണമുള്ളവന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ബേബി മെമ്മോറിയലാവട്ടെ, അല്ലെങ്കിൽ വമ്പൻ ഹോസ്പിറ്റലുകളുണ്ട് അവിടെ പണം എറിഞ്ഞു കഴിഞ്ഞാൽ ജീവനും കൊണ്ട് തിരിച്ചു വരാം. പണമില്ലാത്തവന് ഡെഡ് ബോഡിയായിട്ട് ആംബുലൻസിൽ തിരിച്ചു വരാം. അതാണ് മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ ഒരുവിധം അവസ്ഥ. ഇതുപോലെ ആരോഗ്യവതിയായിട്ട് പോയി അഡ്മിറ്റായ പേഷ്യൻ്റ് ജീവച്ഛവമായിട്ട് അവിടെ കിടക്കുകയും പിന്നെ ICUവിൽ കയറ്റുകയൊക്കെയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ ഉച്ചയാകുമ്പോഴേക്കും മരണപ്പെട്ടതായിട്ട് വിവരവും കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഓരോ പാവപ്പെട്ട ആളുകളുടെ അവസ്ഥകൾ. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെയും അവസ്ഥ. കാശുണ്ടെങ്കിൽ നല്ല ചികിത്സ കിട്ടും. കാശില്ലാത്തവന് ഒരു വഴിപാടായിട്ട്, ഒരു ഔദാര്യമായിട്ട്, ഒരു പിച്ചയായിട്ട് അവരൊക്കെ ചികിത്സ തേടാം. ഭാഗ്യമുള്ളവന് ജീവനും കൊണ്ട് തിരിച്ചു വരാം, ഓടി രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ഇതുപോലെ ജീവച്ഛവമായിട്ട് കിടക്കുകയെ അല്ലെങ്കിൽ ഡെഡ് ബോഡിയായിട്ട് മോർച്ചറിയിലൊന്ന് വിശ്രമിച്ച് തിരിച്ചു കൊണ്ടുവരാം. പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി 12 മണിയായി ബോഡി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട്. ഇത് ആരോടാണ് ഇതിൻ്റെ പരാതി പറയേണ്ടത്? ഇനി അതൊരു അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം, അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് ഒരു പരാതി, ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ, ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അടിയന്തരം കഴിയും. അപ്പോൾ ഇതിനൊന്നും പരിഹാരമില്ല. നല്ല ചികിത്സയോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ സെക്യൂരിറ്റിയുടെ ആണെങ്കിൽ പോലും ഒരു മര്യാദയില്ലാത്ത സംസാരവും. ഇവൻ്റെയൊക്കെ തന്തേൻ്റെ തറവാട്ടിക്ക് പോയിട്ട് ഓച്ചാനിച്ച് കുമ്പിട്ട് നിൽക്കുന്ന പോലെയാണ് നിൽക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പോയപ്പോൾ. എല്ലാവരോടും മോശമായ രീതിയിൽ മറിക്ക് കരുവോ, എന്താ അവിടെ ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ചേറിക്കുറ്റിക്ക് അടിക്കാൻ തോന്നി. സത്യം പറഞ്ഞാലേ ഇവനൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാരിനെ പറയിപ്പിക്കാൻ ആരാണ് സർക്കാർ? നല്ല സർക്കാരിനെ ആണെങ്കിൽ നമുക്ക് പറയാം.
സർക്കാരിലെ പ്രതിനിധികൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഹോസ്പിറ്റലിലത്തെ. അപ്പോൾ അത് എനിക്ക് ശരിക്ക് മാനസികമായുള്ളൊരു വിഷമമുണ്ടാക്കി. പാവപ്പെട്ട രോഗികൾ, അവരുടെ ഉറ്റവരും ഉടയവരുമായ ആളുകൾ അവിടെ ഇങ്ങനെ ICUവിലും അതുപോലെ തന്നെ വരാന്തയിലും അവിടെയും ഇവിടെയും വാർഡുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുക, കനിവ് കാത്ത് ജീവനും കിട്ടുക. അവിടെ ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമേ അല്ല. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമല്ല. അവർക്ക് ഇങ്ങനെ ഒരു ദിവസം ഒരു 10-20 പേര് മരിക്കുന്നു, അല്ലെങ്കിൽ 5-6 ആൾക്കാർ മരിക്കുന്നു, ജനിക്കുന്നു. കണ്ട് ഒരു വിലയില്ലാതെയായി. നമ്മൾക്കാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ വിയോഗം ശരിക്കും മാനസികമായിട്ട് നമ്മളെ തളർത്തുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് കാണിക്കുക. ഒട്ടുമിക്ക ഡോക്ടർമാരും നമ്മൾക്കറിയാം അവർ ദൈവതുല്യരാണ്. എന്നാൽ ചില ഡോക്ടർമാർ അവരുടെ അഹങ്കാരവും അവരുടെ ആത്മവിശ്വാസവും അവരുടെ സ്വാധീനങ്ങളും പണവും പദവിയും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഈ പാവപ്പെട്ട രോഗികളെ കാണുമ്പോൾ ഒരു മാതിരി പുച്ഛമാണ് ഇവനൊക്കെ ആരാണ് MBBS കൊടുക്കുന്നത്? ഏത് മെഡിക്കൽ കോളേജാണെങ്കിൽ ശരി, ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ശരി, ഡോക്ടേഴ്സ് എപ്പോഴും രോഗികളുടെ, കാരണം അവർ കൊടുക്കുന്ന പിച്ച കൊണ്ടാണ് അവൻ്റെ കുടുംബം നക്കണത് എന്നുള്ള ബോധം വേണം. അഹങ്കാരികളായ ഡോക്ടർമാരോടാണ് ഞാനീ പറയുന്നത്. നല്ല ഡോക്ടർമാർക്ക് ഇത് ബാധകമല്ല. കാരണം അവരെപ്പോഴും രോഗിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഓടി നടക്കുന്നവരായിരിക്കും. അതിനെന്നും നമ്മൾക്ക് അവരെ ദൈവമായിട്ട് തന്നെ കാണണം. കാരണം മെഡിക്കൽ സയൻസ് പോലും കൈയൊഴിയുന്ന പല പല കേസുകളും അത്ഭുതം കൊണ്ട്, ഈശ്വരവിശ്വാസം കൊണ്ടും ഒക്കെ രക്ഷപ്പെടുന്നുണ്ട്. അത് പലരുടെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ പെരുമാറ്റമാണ്, സ്നേഹമാണ്. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ആദിവാസിയാണെന്നോ അല്ലെങ്കിൽ മാപ്പിളയാണെന്നോ ചേട്ടനെന്നോ നമ്പൂരിയാണെന്നോ ഒന്നുമില്ല. ഇവർക്ക് എപ്പോഴും രോഗികളാണ്. അവരെ രോഗം മാറ്റാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. അതിനാണ് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് അവർ MBBS എടുത്തതും MD എടുത്തതും അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയതൊക്കെ. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് കൂടുതൽ അതിൻ്റെ പിന്നാലെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ. ഇനി ഈ ഒരു വീഡിയോ ഒരു 100 പേര് കണ്ടാൽ അവർ മനസ്സിലാക്കണം. കാരണം നമ്മുടെ രോഗികൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ രോഗമായിട്ടാണ് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. നമ്മളവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അവർക്ക് പലതരത്തിലുള്ള ഇൻഷുറൻസ് കാർഡുകളും ഹെൽത്ത് കാർഡുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അവർ കനിയണം. ആര്? ഡോക്ടേഴ്സ്. അത് ഒരു നിസാര ഒരു ഓപ്പറേഷൻ തിയേറ്ററാണെങ്കിലും ഉന്തി ഇങ്ങനെ കൊണ്ടുപോകണം. പ്രസവത്തിൻ്റെ ആണെങ്കിലും ഉന്തി ഇങ്ങനെ പല നിലകളിലേക്ക് എത്തുമ്പോഴേക്കും അവർ പ്രസവിച്ചിട്ടുണ്ടാവും. രോഗിയാണ് അത്യാസന നിലയാണെങ്കിൽ അവർ തൊട്ടടുത്തല്ലേ വേണ്ടത്. ഒരു ഹോസ്പിറ്റലിൽ നേരെ അത്യാഹിത വിഭാഗം എന്ന് പറഞ്ഞാൽ നേരെ കയറുമ്പോൾ തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് ലിഫ്റ്റിൽ കൊണ്ടുപോയിട്ടും ഉന്തുവണ്ടിയിൽ കൊണ്ടുപോയിട്ടും അങ്ങനെ ഇടനാഴിലൂടെ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുകയല്ല. അപ്പോഴേക്കും ആൾ മരിക്കില്ലേ? എല്ലാ ഹോസ്പിറ്റലും ഇതാണ്. അതാ രസം. ഒരു നല്ലൊരു ഹോസ്പിറ്റൽ, കേരളത്തിൽ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഒക്കെ ബിസിനസ്സാണ്, കച്ചവടം. കാരണം ഓരോരുത്തർക്ക് ഇങ്ങനെ മരിച്ചാൽ പോലും ECG എടുക്കും, അവർക്ക് എക്സ്റേ എടുക്കും. അങ്ങനത്തെ ചില ഹോസ്പിറ്റലുകളുണ്ട്. കാരണം കൂലിവേല ചെയ്ത് കുടുംബം പോറ്റുന്ന ആളുകളാണ് ആ വാർഡുകളിൽ കിടക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ നയമാണ്. ഗവൺമെൻറ് ധാരാളം കള്ളിനെ പ്രോത്സാഹിപ്പിക്കും. മുക്കിൽ കള്ളി ഷാപ്പ് തുടങ്ങും. മുക്കിൽ ബീവറേജ് കോർപ്പറേഷൻ്റെ സ്റ്റാളുകളിടും. അതുപോലെ തന്നെ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കും. കൂട്ടിച്ച് ചാവട്ടെ നായിൻ്റെ മക്കൾ. ചാവാൻ കിടക്കണ നേരത്തെ സർക്കാർ അതിനുള്ള ചികിത്സയും കൊടുക്കും. എങ്ങാണ്ട് ഐഡിയ? അതാണ് നമ്മുടെ ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളോട് ഇത്തിരി മനസ്സാക്ഷി, മനുഷ്യപ്പറ്റ് കാണിക്കണം എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ആളുകൾക്കും, കാരണം പ്രത്യേകിച്ച് ഉടയവരുമില്ല, അവരുടെ കൂടെ ആരുമില്ല, ആണുങ്ങളുമില്ല, ആരും നോക്കാനും ആരൊന്നും ഇല്ലാതെ അങ്ങനെ കഷ്ടപ്പെടുന്നുള്ള കുറേ രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് വിടും. എവിടുന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിൽ നിന്ന് വിടും, മഞ്ചേരിക്ക് കൊണ്ടുപോകുമ്പോൾ മഞ്ചേരി. ഇവരൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ പിന്നെ എന്ത് ആവശ്യത്തിനാണ് ജില്ലാ ഹോസ്പിറ്റലാണെന്നും മെഡിക്കൽ കോളേജാണെന്നും ആ ഡബിൾ മെഡിക്കൽ കോളേജാണെന്നൊക്കെ പറഞ്ഞ് ശമ്പളം കൂട്ടി കൊടുക്കാനോ? ഇതൊക്കെ എന്തൊരു അനീതിയാണ് ശരിക്ക്. ആരാണ് ഇതിനൊക്കെ ശരിക്ക് പ്രതികരിക്കാനുള്ളത്? ഏതെങ്കിലും ഒരുത്തൻ പ്രതികരിക്കാൻ എന്നാൽ അവൻ രാഷ്ട്രീയക്കാരൻ്റെ അടിമയായിരിക്കും. അവൻ്റെ വായ അടപ്പിക്കും, അവനെ പുറത്താക്കും, അവന്
കേസ് കൊടുക്കും, ഓനെ മറ്റാക്കും ഇതവനാക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവൻ പേടിക്കും. ഇങ്ങനെയൊന്നല്ല വേണ്ടത്. പാവപ്പെട്ട രോഗിയുടെയും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെയൊക്കെ ജീവൻ്റെ വില ഒന്നാണെന്ന് ആദ്യം മനസ്സിലാക്കുക. നല്ല ഡോക്ടർമാരെ കൂടി പറയിപ്പിക്കാതെ പാവം ഭാര്യയുടെ സഹോദരി എന്തെല്ലാം പ്രതീക്ഷകളാണ്. ഹോസ്പിറ്റലിൽ തിരിച്ചു വരണം, വന്നിട്ട് വീട് പണി പൂർത്തിയാക്കണം, എന്തൊക്കെ മോഹങ്ങളും സ്വപ്നങ്ങളാണ് അതിനൊക്കെ. അതെല്ലാം തല്ലിക്കെടുത്തുകയാണ് ചെയ്തത് ചില ചികിത്സാ പിഴവിലൂടെ. പണക്കാരുടെ അസുഖം മാറ്റാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. അവർ 2 കൈ നീട്ടി ഇങ്ങനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. ഓരോ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഓരോ ടെസ്റ്റുകൾക്കും 1000ങ്ങളും 10,000ങ്ങളുമാണ് ഈടാക്കുന്നത്. അത് കൊടുക്കാൻ കള്ളപ്പണം ഉള്ളവനും കൊന്നും കൊല വിളിച്ചുണ്ടാക്കിയവനും ഒക്കെ ഉണ്ട് അവൻ്റെ കയ്യിൽ. പക്ഷെ ഒരു കാശും ഇല്ലാതെ പാവപ്പെട്ട രോഗികൾ, ഒരു ഗതിയില്ലാതെ, ഉടുതുണിക്കും മറുതുണിയില്ലാത്ത പാവപ്പെട്ട കൂലി തൊഴിലാളികളൊക്കെ വയ്യാതെ വന്നാൽ ആശ്രയിക്കുന്നത് ഇതുപോലുള്ള സർക്കാർ ഹോസ്പിറ്റലുകളാണ്. അപ്പോൾ അവരോട് നീതി പുലർത്തേണ്ടത്, മാനുഷിക പരിഗണന കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുക. കാരണം വീണ്ടും ഞാൻ പറയുന്നു, ആരും ആരെക്കാളും വലിയവനല്ല. എല്ലാവരും നിസ്സാരന്മാരാണ്, തുച്ഛരാം ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാധുക്കളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക, അവരെ സഹായിക്കുക. ഭക്ഷണം ഉണ്ടാവില്ല ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊടുക്കാണ്ടല്ലോ, മരുന്ന് പുറത്തേക്ക് എഴുതുക. എന്തിനാണ് മരുന്ന് പുറത്ത് എഴുതുന്നത്? ഈ പാവപ്പെട്ട രോഗികൾ, പണക്കാർക്ക് പുറത്ത് എഴുതിക്കോളൂ, അവൻ്റെ അടുത്ത് കാശുണ്ട്, ATM ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. ഒരു ഗതിയില്ലാത്തവനെ പുറത്തുനിന്ന് മരുന്ന് മേടിപ്പിക്കുക. അപ്പോൾ എത്രയോ പണം ദൂർത്തടിച്ച് അഴിമതി നടത്തുന്ന മന്ത്രിമാരാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പണം പാവപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിനും അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് മരുന്നിനും പിശുക്ക് കാണിക്കരുത്. അത് ഇന്നല്ലേ നാളെ ഈശ്വരവിശ്വാസിയാണെങ്കിൽ ചോദിക്കും. ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും. പരലോകത്ത് ആരും പോയി വന്ന് അവിടുത്തെ അനുഭവങ്ങൾ ഇവിടെ ആരും വിസ്തരിച്ചതായിട്ട് കേട്ടിട്ടില്ല. രോഗികളോടും രോഗികളുടെ കൂട്ടിരിപ്പുകാരോടൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക, ബഹുമാനത്തിൽ സംസാരിക്കാൻ പഠിക്കുക, സ്നേഹത്തോടെ സംസാരിക്കാൻ പഠിക്കുക. അത് ആരായാലും ശരി. കാരണം ആരും ആരെക്കാളും വലിയവനല്ല ഇവിടെ. നമുക്ക് തോന്നും പണമില്ലാത്തവൻ നികൃഷ്ടജീവിയാണ്, പാവപ്പെട്ടവനല്ലേ, അവന് ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പോൾ നിൻ്റെ കയ്യിലാണ് ബാങ്ക് ബാലൻസ് ഉണ്ട്, കാശുണ്ട്, പണമുണ്ട്, പദവിയുണ്ട്, പ്രതാപമുണ്ട്, ഭൂവുടമയുണ്ട്, അതാണ് ഇതാണ് ജോലിയുണ്ട് ഒക്കെ തോന്നും നമുക്ക്. പക്ഷെ ഒന്നുമില്ല. തെരുവ് പട്ടീൻ്റെ വില പോലും ഇല്ല ആർക്കും സത്യത്തിൽ. അതെല്ലാവരും മനസ്സിലാക്കുക. എത്ര ഉന്നത പദവി വഹിച്ചോട്ടെ, ചത്ത് കഴിഞ്ഞാൽ ആ ബോഡി ചീഞ്ഞ് നാറും, പുഴുവരിക്കും. അവൻ എത്ര കോടീശ്വരനാണ് ശരി, ഏത് വലിയ പദവി വഹിച്ചവനായാലും ശരി, അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക. വരുന്ന രോഗികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണെങ്കിലും അവിടുത്തെ ഹോസ്പിറ്റൽ MD ആവട്ടെ അല്ലെങ്കിൽ സൂപ്രണ്ടാവട്ടെ അവരൊക്കെ നിർദ്ദേശം കൊടുക്കുക. സ്റ്റാഫ് ആവട്ടെ, അടിച്ചു കളിക്കുന്ന ആൾക്കാരാവട്ടെ, തൂപ്പുകാരാവട്ടെ, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും സ്നേഹിക്കാനും സഹകരിക്കാനുള്ള മനസ്സും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.